ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ ഇടുന്നതിന് കാരണം വേറൊന്നുമല്ല, ഇന്ന് ഞാനൊരു സ്ഥലത്ത് വേണേ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. സോ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം സമയം രാത്രിയായി. അപ്പോൾ രാത്രി 11:30 ട്രെയിൻ എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശം. ഞങ്ങൾ ഇറങ്ങട്ടെ. സോ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ നമ്മുടെ ട്രെയിൻ ഭയങ്കര ഡിലേ ആണ്. 11:20 വരേണ്ട ട്രെയിൻ ഇപ്പോൾ 12:20 വരത്തുള്ളൂ. സോ പെട്ടെന്നുള്ള എന്താ പറയുക, ഇന്നലെ തീരുമാനിച്ച് ഇന്ന് പോകുന്നു. ഇത് നമ്മൾ ട്രെയിൻ റിസർവ് ഒന്നും ചെയ്തിട്ടില്ല, നേരെ ജനറലാണ് കയറി പോകുന്നത്. ഏത് ട്രെയിനാണാവോ വന്ന് കിടക്കുന്നത്, ഇതൊരെണ്ണം വന്ന് കിടക്കുന്നുണ്ട്. സോ ഇനി എങ്ങനെയെങ്കിലും തല്ലിട്ടായാലും എങ്ങനെയെങ്കിലും ജനറലിൻ്റെ ഉള്ളിൽ കയറണം. ഇവിടുത്തെ തിരക്കിൻ്റെ ശേഷം ഞങ്ങൾ മൽപ്പിടുത്തം പിടിച്ച് നമ്മളെ എല്ലാവരും കയറി. പട്ട സീറ്റൊന്നുമില്ല, ഫുള്ള് തിക്കാണ്, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി അമ്പലത്തിലോട്ട് നടക്കണേണ്. സോ ബസ് അവിടം വരെ പോകും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ കുട്ടിയുണ്ട്, കുട്ടീനൊന്ന് ഫ്രഷപ്പ് ആക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് ബസ്സിന് നേരെ ചാടി ഇറങ്ങി. സോ ഇനി ഇവിടെ ഫുള്ള് നടന്നിട്ട് വേണം, അവിടെ എന്തായാലും തിരക്കൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ ലോക്കറിൽ സാധനങ്ങളൊക്കെ വെച്ച് നേരെ അമ്പലത്തിലോട്ട് ദർശനത്തിൽ കയറാൻ പോകുന്നു. സോ അതിക്ക് മുന്നേ നമ്മളിവിടെ മുങ്ങിക്കുളിക്കണം. സോ മുങ്ങിക്കുളിക്കാനുള്ള കുളം തപ്പിക്കൊണ്ട് കിടക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ ലോക്കറിൽ സാധനങ്ങളൊക്കെ വെച്ച് നേരെ അമ്പലത്തിലോട്ട് ദർശനത്തിൽ കയറാൻ പോകുന്നു. സോ അതിക്ക് മുന്നേ നമ്മളിവിടെ മുങ്ങിക്കുളിക്കണം. സോ മുങ്ങിക്കുളിക്കാനുള്ള കുളം തപ്പിക്കൊണ്ട് കിടക്കുന്നു. സോ ഇങ്ങനെ പതിയെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. എപ്പോഴൊന്നും നോ ഐഡിയ, ബട്ട് നമ്മളെന്തായാലും ഇന്ന് ദർശനം കാണും. സോ ഈ ക്യൂ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ. എപ്പോൾ കഴിയുന്നു നോ ഐഡിയ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പാലത്തിൻ്റെ മേളിലെത്തി. നമുക്ക് 2 പാലവും കൂടി കടന്നാൽ മതി. ബട്ട് ഇപ്പോഴും തിരക്കിന് മാത്രമൊരു മാറ്റമില്ല. അങ്ങനെ ദർശനം കഴിഞ്ഞു. സോ നമ്മുടെ ദർശനം കണ്ടു കഴിഞ്ഞു. ഇപ്പം ഏകദേശം ഒരു 4-5-6 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ക്യൂ കഴിഞ്ഞ് ദർശനം കണ്ട. ഈ വീഡിയോ ഇതിൻ്റെ മീൻസ് മാനേജ്മെൻറ്റ് ടീം വല്ലതും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ്, നിങ്ങളുടെ മാനേജ്മെൻറ്റ് ഇത്രയും മോശം എന്ന് വെച്ചാൽ ഇത്രയും മോശം മാനേജ്മെൻറ്റ് വേറെ ഒന്നുമില്ല. തിരുപ്പതിയിലേക്ക് ഇതിനും കൂടുതൽ തിരക്കുണ്ടെങ്കിലും അവരുടെ മാനേജ്മെൻറ്റൊക്കെ സൂപ്പറാണ്. ഇത്രയും ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെടുത്തി നരകിപ്പിക്കരുത്. അങ്ങനെ ഞങ്ങൾ അടുത്തത് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. പുറത്ത് കിടന്നിട്ട് വേണം നമ്മൾ ഇത്രയും പേരാണ്ട വന്നത്. ഓക്കേ, ഇനി എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കണം. രാവിലെ ഒന്നും ഒന്നും കഴിച്ചിട്ടില്ല. സോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കട്ടെ. കൊച്ചു പോലും ഒന്നും കഴിച്ചിട്ടില്ല. സോ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മാത്രം ക്യൂവിൽ കയറുക. നമ്മൾ തിരിച്ചു പോകുകയാണ്. സോ ഇവിടെ കണ്ടോ, കാണാനൊക്കെ സൂപ്പറായിട്ടുണ്ട്. മഴ സമയത്ത് വരിക. ഇത്രയും നട്ടാറം വെയിലുള്ള പാലും വരാതെ കരുതി. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, മഴ പെയ്തില്ല. മഴ ഞങ്ങളെ ചതിച്ചു. ഇതിന് ഇച്ചിരി വീഡിയോ വെക്കണമെന്ന് തോന്നുന്നു. ഹലോ ഗായ്സ്, സോ നമ്മൾ കുളിച്ച് ഫ്രഷായി. ഇപ്പം നമ്മൾ ഓടപ്പൂ, ഇതാണ് ഇവിടുത്തെ നമ്മളൊരു സ്പെഷ്യലായിട്ട് ഇവിടുത്തെ എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഒരുപാട് റേറ്റുകളിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതെന്തോ മുള ചെത്തിയായിട്ട് മുള ചെത്തി ചീകി ക്ലീനാക്കിയിട്ട് എടുക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. പല പല റേറ്റുകളിലാണ്, പല പല സൈസിനനുസരിച്ച്. എത്രയിടോ അങ്ങനെ ആ പൂവൊക്കെ വാങ്ങിച്ച് 100 രൂപയുടെ പൂവ വാങ്ങിച്ച് നേരെ നമ്മൾ ഇക്കരെ കൊട്ടിയൂർ പോകുവാണ്. നേരത്തെ ആ ക്യൂ നിന്നത് അക്കരെ കൊട്ടിയൂരിലായിരുന്നു. ഇക്കരെ കൊട്ടിയൂരും കൂടി ഒന്ന് തൊഴുതിട്ട് വേണം ഞങ്ങൾക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ. അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് ഇനി ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
അങ്ങനെ തൊഴിലൊക്കെ കഴിയുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. കാരണം ബസ്സിന് ഒരുപാട് ദൂരം പോകാനുള്ളതുകൊണ്ട് നമുക്ക് ഫുഡായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് വോമിറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ 2 മസാല ദോശ പാഴ്സൽ പറഞ്ഞ് ഞങ്ങളുടെ എടുത്തു. ഇങ്ങനെ നമുക്ക് ഓടിക്കതച്ച് നമുക്കൊരു KSRTC കിട്ടി, സീറ്റും കിട്ടി. തലശ്ശേരിയിലോട്ട് പോകണേണ്, റെയിൽവേ സ്റ്റേഷനിലോട്ട്. സോനിബാഗ് റെയിൽവേ സ്റ്റേഷനിൽ കാണാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗായ്സ്. ഇനി ജനറലിൽ തന്നെയാണ് പോകുന്നത്. ഇനി അത് ജനറലിൻ്റെ ഉള്ളിൽ കയറാനുള്ള ആ ട്രെയിൻ പിടിക്കാനുള്ളൊരു അങ്കപ്പാടിലാണ്. സോ അപ്പം ഞാൻ വീട്ടിൽ പോട്ടെ കേട്ടോ.